ഹായ് ഓൾ, വെൽക്കം ടു സെൻറ്റർ സി ഇലക്ട്രിക്കൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത KCB സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ റിമൈനിങ് സെഷനാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 50 ക്വസ്റ്റ്യൻ വരെയാണ് കണ്ടത്. ഇന്നത്തെ 51th ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ലൂപ്പ് എർത്ത് വയർ ഷാൽ ബി ഓഫ് സൈസ് ലെസ് ദാൻ. ദ ആൻസർ ഈസ് 14 SWG ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ 2.9 mm² ആയിട്ടും എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2.9 mm² തരും, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ ആയിട്ട് തന്നെ ആയിരിക്കും 14 SWG ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ഫ്ലെക്സിബിൾ കണ്ട്യൂട്ട് ഇൻ ദ മോട്ടോർ ഇൻസ്റ്റലേഷൻ. ഫ്ലെക്സിബിൾ കണ്ട്യൂട്ടിൻ്റെ മാക്സിമം ലെങ്ത് മോട്ടോർ ഇൻസ്റ്റലേഷൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റം ഡിസൈൻ, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെസ് ദാൻ 1.25 മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഫ്രം ഇലക്ട്രിക്കൽ മെഷീൻസ്. The armature resistance of a 4-pole wave wound DC machine is 0.08 ohms. If the armature is rewound as lap winding, what is the armature resistance? So wave winding ഉം armature resistance ഉം എന്താണ് റിലേഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് ഡയറക്റ്റ് ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ റിലേഷൻ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങിൻ്റെയും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു ഡിഫറൻസ് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്തിൻ്റെ എണ്ണമാണ്, അല്ലേ? അപ്പം ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ അതിനൊരു ഷോർട്ട് കട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ലാപ്പ് വൈൻഡിങ് ആണ്, അതിനകത്ത് AP വരുന്നത് കൊണ്ട് A = P ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് നമ്പർ ഓഫ് പാരലൽ പാത്ത് = നമ്പർ ഓഫ് പോൾസിന് ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പറയുകയാണ്. അത് കഴിഞ്ഞ് വേവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു, ഒരു വേവ് എന്ന് പറയുന്നതിനകത്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ട്. അപ്പോൾ 2 പീക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ A = 2 ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം എന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ ആ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർമേച്ചർ കറണ്ടും കറണ്ട് ഇൻ പാരലൽ പാത്തും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ആർമേച്ചർ കറണ്ടും കറണ്ട് ഇൻ പാരലൽ പാത്തും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഒരു ലാപ്പ് വൈൻഡിങ് ആണെങ്കിലും ഒരു വേവ് വൈൻഡിങ് ആണെങ്കിലും അതിൻ്റെ ആർമേച്ചർ കറണ്ടും പാരലൽ പാത്തുമുള്ള റിലേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള എനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് A × പാരലൽ പാത്തിലെ കറണ്ട് = ആർമേച്ചറിലെ കറണ്ടാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒരു ലാപ്പ് വൈൻഡിങ് ആണെങ്കിലും വേവ് വൈൻഡിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ആർമേച്ചർ കറണ്ട് ഇൻ ലാപ്പ് വൈൻഡിങ് എടുക്കുകയാണെങ്കിൽ A എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് തന്നെയാണ്, P × IP ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും അതേപോലെ ആർമേച്ചർ കറണ്ട് ഇൻ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് 2 ആണ്. സോ 2 × IP ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് പവർ കൺസർവേഷൻ ആണ്. പവർ കൺസർവേഷൻ തിയറം അനുസരിച്ച് നമ്മൾ ഏതൊരു വൈൻഡിങ് എടുത്താലും പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ DC മെഷീനിന് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ വൈൻഡിങ്ങിന് വ്യത്യാസം കൊടുക്കുകയാണ്. വേവ് വൗണ്ടഡ് ആയിട്ടുള്ള ഒരു വൈൻഡിങ്ങിനെ മാറ്റി ലാപ്പ് വൗണ്ടഡ് ആക്കി എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇവിടെ പവർ കൺസ്യൂം ചെയ്യുന്നത് 2 സൈഡിലും ഈക്വൽ ആണ്, രണ്ട് കണ്ടീഷനിലും ഈക്വൽ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ടോട്ടൽ പവർ കൺസംഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അതായത് പവർ ഇൻ ലാപ്പ് വൈൻഡിങ് ആണെങ്കിലും പവർ ഇൻ വേവ് വൈൻഡിങ് ആണെങ്കിലും ഈക്വൽ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. അപ്പം ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ് പവർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് IA² RA എന്നുള്ളൊരു ഫോർമാറ്റ് നമുക്കറിയാലോ, ആ ഇക്വേഷൻ നമുക്കറിയാം. അതിൽ ഈ IA² എന്ന് വെച്ചാൽ ലാപ്പ് വൈൻഡിങ്ങിൻ്റെയാണ്. സോ ലാപ്പ് വൈൻഡിങ് വരും. ഇവിടെ IA² ഇത് RAL എന്ന് ഞാൻ കൊടുക്കുകയാണ് ഫോർ ലാപ്പ് വൈൻഡിങ് കാണിക്കാൻ വേണ്ടി മാത്രം. ഇത് വേവ് വൈൻഡിങ് ആണ്, ഇതിൻ്റെയും വേവ് വൈൻഡിങ്ങിൻ്റെയാണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് വെക്കാം. അതിനകത്ത് നമുക്ക് ഈ ഐയുടെയും വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും, അല്ലേ? അക്കോർഡിംഗ് ടു പാരലൽ പാത്ത് ഇക്വേഷൻ വെച്ചിട്ട് P × IP (2) RA ലാപ്പ് = ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാപ്പ് വൗണ്ടിങ് ആകുമ്പോഴത്തേക്കും ആർമേച്ചർ റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ അൺനോൺ വാല്യൂ. ഇനി ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × IP (2) വരും, വേവ് വൈൻഡിങ് ആയതുകൊണ്ട്. RA എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.08 ohms ആണ്. സോ 0.08 ohms ആണെന്ന് അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇതിനകത്ത് P എത്രയാണ്? P നമുക്ക് തന്നിട്ടുണ്ട് 4-pole മെഷീൻ ആണ്. സോ ഇതിനെ നമുക്ക് 4 പോൾ ആണ് എന്നുള്ളത് പറയാം. സോ 4IP (2) RAL = 2IP (2) 0.08 എന്നുള്ളത് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് RAL കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? സോ 2IP² എന്ന് പറയുമ്പോഴത്തേക്കും 4IP² ആവും. 4IP² 0.08
ഡിവൈഡഡ് ബൈ എന്ത് വരും 16 IP² വരും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇതിനകത്തുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ 0.02 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 0.02 ohms ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 3-point starter, ഒരു 3-point സ്റ്റാർട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. ദ ഓവർലോഡ് റിലീസ് കോയിൽ ഓപ്പറേറ്റ് ഇഫ് ഡാഷ് കറണ്ട് ഇൻക്രീസസ് ബിയോണ്ട് സെറ്റ് ലിമിറ്റ്. ഏത് കറണ്ട് ബിയോണ്ട് സെറ്റ് ലിമിറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓവർലോഡ് റിലീസ് കോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെവിടെയാണ്? 3-point സ്റ്റാർട്ടറിൻ്റെ കാര്യത്തിലാണ്. നമ്മുടെ 3-point സ്റ്റാർട്ടർ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഓവർലോഡ് കറണ്ടും ഓവർലോഡ് കറണ്ട് പ്രൊട്ടക്ഷനും നമ്മൾ പറയുന്നുണ്ട്, നോ ലോഡ് കറണ്ട് പ്രൊട്ടക്ഷനും പറയുന്നുണ്ട്. സോ ഓവർലോഡ് കറണ്ട് റിലീസ് കോയിലിൻ്റെ എപ്പോഴാണ് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ലൈൻ കറണ്ട് ബിയോണ്ട് സെറ്റ് ലിമിറ്റിൽ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിലീസ് കോയിൽ, ഓവർലോഡ് റിലീസ് കോയിൽ വർക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ലൈൻ കറണ്ട് ആണ് ബിയോണ്ട് സെറ്റ് ലിമിറ്റിലേക്ക്, അതായത് അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ച് ലൈൻ കറണ്ടിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓവർലോഡ് റിലീസ് കോയിൽ വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഇൻ DC മെഷീൻ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ? ഇത് ചെറിയൊരു രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർമേച്ചർ MMFൻ്റെ ഷേപ്പാണ് സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫിഗർ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വേവ് ഫോം പോലെ വരച്ചിട്ട് ഇതിൻ്റെ എല്ലാ പീക്ക് പോയിന്റ്സും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ ഒരു വാല്യൂ കിട്ടും അല്ലേ? ഇതിനെ നമ്മൾ ആർമേച്ചർ MMF വേവ് ഫോം ആണിത്. ആർമേച്ചർ MMF ആണ്. ആർമേച്ചർ MMFൻ്റെ പ്രത്യേകത എന്താണ്? അത് ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്ലാറ്റ് ടോപ്പ് ഉണ്ട്, സാഡിലുണ്ട്, പീക്കി ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എപ്പോഴും പഠിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്ന ഷേപ്പ് ഏതാണ്? ആർമേച്ചർ MMFൻ്റെ ഷേപ്പാണ് അല്ലേ? അപ്പോൾ ആർമേച്ചർ MMFൻ്റെ ഷേപ്പ് നമ്മൾ എപ്പോഴും ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും എന്ന് പഠിക്കും. അത് കാണുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് എടുത്തെഴുതും? ഓപ്ഷൻ ഡി എടുത്തെഴുതും. പക്ഷേ ഇത് ആൻസർ സാഡിൽ ഷേപ്പാണ്. കാരണം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർമേച്ചർ ഫ്ലക്സിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്, MMFൻ്റെ ഷേപ്പ് അല്ല. അപ്പോൾ ഫ്ലക്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു സാഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് പോവുക. ഇതാണ് നമ്മുടെ ആർമേച്ചർ ഫ്ലക്സിൻ്റെ ഷേപ്പ്. ദിസ് ഈസ് ആർമേച്ചർ ഫ്ലക്സ്. അപ്പം ആർമേച്ചർ ഫ്ലക്സിൽ ഇങ്ങനെയാണ്, ഇവിടെ വന്ന് ഒരു ഡിപ്പ് കാണിക്കും ഇതുപോലെ. ഇതെന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? ഇറ്റ് ഈസ് സാഡിൽ ഷേപ്പ്. സോ ആർമേച്ചർ ഫ്ലക്സിൻ്റെ ഷേപ്പാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഓപ്ഷൻ ബി സാഡിൽ ഷേപ്പ് ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ DC സീരീസ് മോട്ടർ ഇസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ്. ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഇസ് ഷോർട്ട് സർക്യൂട്ടഡ് ദെൻ ദ മോട്ടർ വിൽ ഡാഷ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് DC സീരീസ് സർക്യൂട്ടാണ്, സീരീസ് മോട്ടറാണ്. സീരീസ് മോട്ടർ ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് അതിൻ്റെ വൈൻഡിങ് ഇരിക്കുന്നത്. ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറും ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം. ഇനി ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് മോട്ടർ, DC സീരീസ് മോട്ടർ റേറ്റഡ് സ്പീഡിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ആക്കിയെന്നാണ്. അപ്പോൾ നമുക്ക് സീരീസ് മോട്ടറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന ലോഡ് കറണ്ട്, ഇവിടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ലോഡ് കറണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ലോഡ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ആർമേച്ചർ കറണ്ടും ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണെന്ന് വെക്കുക. സീരീസ് ഫീൽഡ് ഇപ്പോൾ ഫീൽഡ് കറണ്ടായിട്ട് എടുക്കാം, IF ആയിട്ട് എടുക്കാം. സോ IA ആണെങ്കിലും IF ആണെങ്കിലും IL ആണെങ്കിലും എല്ലാം സീരീസ് കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാം ഒരേ കറണ്ട് തന്നെയായിരിക്കും അല്ലേ? എല്ലാം ഒരേ കറണ്ട് ആയിരിക്കും. എല്ലാം ഒരേ കറണ്ട് ആണെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് പറയാണ്. ഈ ഫീൽഡ് വൈൻഡിങ് ഞാൻ എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇങ്ങനെ ആക്കി. ഈ ഫീൽഡ് വൈൻഡിങ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ കറണ്ടും അതിനകത്തൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അവിടെ ഒരു രീതിയിലും കറണ്ടിനൊരു ഡിക്രീസ് ഉണ്ടാവില്ല. ദ ഹോൾ കറണ്ട്, ഒരു ഇൻറഷ് ഓഫ് കറണ്ട് ഇതിനകത്തുണ്ടാവും. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇതിനകത്തേക്ക് ഫ്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ റേറ്റഡ് സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ആള് വളരെയധികം ഹൈ സ്പീഡിലോട്ട് എന്ത് ചെയ്യുന്നു? അത് മാറും. സോ റൺ അറ്റ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ ഈസ് എ ട്രാൻസ്ഫോമർ ഈസ് എ ഫസ്റ്റ് ഓപ്ഷൻ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ്, ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, ഓൾ ഓഫ് ദി എബവ്. ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഇനി ഒന്നും പറയാനില്ല, കാരണം ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിൻ്റെ തിയറി പഠിക്കുമ്പോൾ നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒന്ന് കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്, അതായത് നമ്മുടെ ഇൻപുട്ടിലെ പവറിനെ അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊണ്ടുവരുവാണ്, ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് V1I1 = V2I2 എന്ന് പറഞ്ഞുള്ള രീതിയിലോട്ട് നമുക്ക് കിട്ടുക. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണല്ലോ. ഇനി കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ്, നമുക്കറിയാം പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന ആ ഫ്ലക്സ് തന്നെയാണ് സെക്കൻഡറിയിലോട്ട് വന്ന് ലിങ്ക് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലക്സ്, സോ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് ആണ്. ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറിയിൽ ഉണ്ടാവുന്ന വേവ് ഫോമിൻ്റെ ഷിഫ്റ്റഡ് വേവ് ഫോം ആയിരിക്കും എവിടെ ഉണ്ടാവുക, നെക്സ്റ്റ് സെക്കൻഡറിയിൽ ഉണ്ടാവുക. അടുത്ത നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, നമുക്കറിയാം പ്രൈമറിയിൽ ഉണ്ടാവുന്ന കറണ്ട് കാരണം അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് കൊണ്ട് സെക്കൻഡറിയിൽ എന്ത് ചെയ്യുന്നു, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ EMF എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഓപ്പോസിങ് ദ ചേഞ്ച് അല്ലെങ്കിൽ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് ആണ്. സോ വി നീഡ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദ 3 ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈൻഡിങ് സ്ട്രക്ചർ റിക്വയർ മോർ ഇൻസുലേഷൻ? ഓക്കെ, ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കോൺസെൻട്രിക് വൈൻഡിങ് എടുത്താലും സാൻഡ്വിച്ച്ഡ് വൈൻഡിങ് എടുത്താലും അതിനകത്ത് ഇൻസുലേഷൻ വേണം, കൂടുതലായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനകത്ത് ആപ്റ്റ് ആൻസർ ചോദിക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച്ഡ് വൈൻഡിങ് ആണ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്, കോൺസെൻട്രിക് വൈൻഡിങ്ങിൽ ഈസ് ഓഫ് ഇൻസുലേഷൻ കാരണം നമ്മൾ കോൺസെൻട്രിക് വൈൻഡിങ് കൂടുതലായിട്ടും ഇന്നർ സൈഡിൽ കൊടുക്കുകയും സാൻഡ്വിച്ച് വൈൻഡിങ് എപ്പോഴും ഔട്ടറിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, മോർ ഇൻസുലേഷൻ എന്ന് പറയുന്നത് സാൻഡ്വിച്ച്ഡ് വൈൻഡിങ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the load power factor of transformer is 0.85 lagging, then its primary power factor is, ലോഡ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി പവർ ഫാക്ടർ ആണ്. സെക്കൻഡറി പവർ ഫാക്ടർ 0.85 ലാഗിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.85 ലാഗിങ് സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി പവർ ഫാക്ടർ എപ്പോഴും അതിന് താഴെ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു തിയറിറ്റിക്കലി നമ്മളത് പറയുമ്പോഴത്തേക്കും 0.85 ലാഗിങ് ആണ് അല്ലെങ്കിൽ 0.85 ആണ് സെക്കൻഡറി പവർ ഫാക്ടർ എങ്കിൽ പ്രൈമറി പവർ ഫാക്ടർ എപ്പോഴും അതിനെ താഴെ നിൽക്കാൻ പാടുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി 0.95, ഓപ്ഷൻ സി 0.85 ലാഗ്, ഡി യൂണിറ്റി പവർ ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ഈ 0.85 എന്ത് ചെയ്യാണ്, മുകളിൽ പോവാണ്. സോ 0.8 ലാഗാണ് ഇതിന് താഴെ നിൽക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ എറർ ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. റേഷ്യോ എറർ, ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൽ ഫേസ് എററും റേഷ്യോ എററും ഉണ്ട്. അതിൽ റേഷ്യോ എറർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ്. അപ്പം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് റേഷ്യോ എറർ എന്ന് പറയുന്നത് എന്തിനെയാണ്, അതിനകത്ത് ആ എററുമായിട്ട് ബന്ധപ്പെട്ട ആരാണ്, കോർ ലോസ് ആണ്. കോർ ലോസ് ആണ് അതിനകത്ത് മെയിനായിട്ടും വരുന്നത്. സോ കോർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്ററിസിസ് ലോസും എഡ്ഡി കറന്റ് ലോസും ചേരുന്നതാണ് കോർ ലോസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്, എഡ്ഡി കറന്റ് ലോസ് ഓഫ് ദ core. Okay, so the answer is option B. Next question, skewing of squirrel cage rotor bars does not eliminate. അപ്പോൾ സ്ക്യൂയിങ് നടത്തുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാം. സോ സ്ക്യൂയിങ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ കോഗിങ് ഒഴിവാകും, മാഗ്നറ്റിക് ഹം ഒഴിവാകും, ഇനി ക്രോളിംഗ് ഇൻറ്റേൺ ഒഴിവാകുന്നതാണ്. അത് ഓൾറെഡി അങ്ങനെ ഒഴിവാകുന്നതല്ല. ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വിറൽ കേജ് മോട്ടർ സ്ക്യൂയിങ് ചെയ്യുമ്പോൾ ക്രോളിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്ക്യൂ ചെയ്യുന്നത്. പക്ഷേ ഇൻറ്റേൺ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സ് കാരണം ക്രോളിംഗ് കൂടെ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്നും അല്ല. പിന്നുള്ളത് നമുക്കുള്ളത് നമ്മുടെ ഹാർമോണിക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൂത്ത് ഹാർമോണിക്സ് ആണ് ശരിക്കും നമ്മൾ സ്ക്യൂയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൂത്ത് ഹാർമോണിക്സ് കുറയും എന്നുള്ളതാണ് പറയുക. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് സ്പേസ് ഹാർമോണിക്സ് ആണ്. ആ ഒരു പേരിൽ നമുക്ക് എന്ത് പറയാം, സ്പേസ് ഹാർമോണിക്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എലിമിനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ എയുടെ ഓപ്ഷനും ഡിയുടെ ഓപ്ഷനുമാണ്. ഇത് രണ്ടും സ്ക്യൂയിങ് കൊണ്ട് ഓക്കെയാണ്. കോഗിങ്ങും മാഗ്നറ്റിക് ഹമ്മും അത് കുറയുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് ടൂത്ത് ഹാർമോണിക്സ് ആണ് നമുക്ക് എപ്പോഴും എന്ത് വരിക, റോട്ടർ സ്ക്യൂയിങ് കൊണ്ട് ഉണ്ടാവുന്നത്, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന സ്പേസ് ഹാർമോണിക്സും ക്രോളിങ്ങും നോക്കുവാണെങ്കിൽ
എപ്പോഴും ബെറ്റർ പോകുന്നത് സ്പേസ് ഹാർമോണിക്സിലേക്ക് ആയിരിക്കും. കാരണം അതാണ് നമ്മൾ സ്പേസ് ഹാർമോണിക്സുമായിട്ട് അതിന് എന്ത് ചെയ്യുന്നില്ല, ഒരു ബന്ധം പറയുന്നില്ല, ടൂത്ത് ഹാർമോണിക്സ് നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ക്രോളിങ്ങിൻ്റെ കാര്യം നമുക്ക് ഡൗട്ട് വരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്ക്യൂയിങ് കാരണം ആ ക്രോളിങ് ഉണ്ടാവാനുള്ള കാരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻടേൺ എന്ത് പ്രിവെൻറ്റ് ആവും, ക്രോളിങ് കൂടെ പ്രിവെൻറ്റ് ആയിക്കോളും. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന സംഭവം. നെക്സ്റ്റ് വൺ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഹാസ് dash excitation current and dash full load power factor compared to squirrel cage. അപ്പോൾ ഇവിടെ compared to squirrel cage ഇൻഡക്ഷൻ മോട്ടർ പറഞ്ഞതുകൊണ്ട് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് ഹൈ എക്സൈറ്റേഷൻ കറണ്ടും ലോ ഫുൾ ലോഡ് പവർ ഫാക്ടറുമാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the supply voltage to a induction motor is 192 volt instead of 240 volt. Determine reduction in starting current in percentage. Reduction in starting current in percentage കണ്ടുപിടിക്കേണ്ടേ. സോ 192 240 നമ്മൾ ഒരു 80% ആണ് കാണിച്ചിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ 80% സപ്ലൈ വോൾട്ടേജിന് റിഡക്ഷൻ വരുമ്പം ഓൾറെഡി സ്റ്റാർട്ടിംഗ് കറണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, റിഡക്ഷൻ ഇൻ സ്റ്റാർട്ടിംഗ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 20%. ഓക്കെ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 identical alternators each are rated for 25 MVA 11 kV having a subtransient reactance of 10% are connected in parallel. The short circuit level at the bus bar is. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഓവർ സിലബസ് ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച്, ഷോർട്ട് സർക്യൂട്ട് MVA ഒന്നും കണ്ടുപിടിക്കാനില്ല. അതെല്ലാം ഒരു ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ക്ലെയിം ചെയ്യാം, ഇത് നമുക്കുള്ള സിലബസിലുള്ളതല്ല, അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടും ബിടെക്കുകാർക്ക് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാം. എനിവേ ഇതിൻ്റെ ആൻസർ ഇവർ കൊടുത്തിരിക്കുന്നത് 500 MVA ആണ്. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും 25 നമുക്കറിയാം, ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് ഈക്വൽ ടു ബേസ് MVA ബൈ റിയാക്ടൻസ്, ആ രീതിയിലായിരിക്കും വരിക അല്ലേ, റിയാക്ടൻസ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബേസ് MVA തന്നിട്ടുണ്ട് 25 MVA ആണ്. നമ്മുടെ റിയാക്ടൻസ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് 10% ആണ്. ഈ റിയാക്ടൻസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. എത്ര ഓൾട്ടർനേറ്റേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, 2 ഓൾട്ടർനേറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഈ 2 ഓൾട്ടർനേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 10% എന്നുള്ളത് 10/2% മാറും. അപ്പോൾ എത്രയാണ് വരിക, ഏകദേശം ഒരു 0.05, ഇത് പെർസെൻറ്റേജ് ആണ്, 0.05 റേറ്റ് വരും പെർസെൻറ്റേജ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് 25 ബേസ് MVA ആണ്, ഡിവൈഡഡ് ബൈ 0.05 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 MVA. സോ ദ ആൻസർ കറക്റ്റ് ആണ് നമുക്ക്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഇത് ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ അല്ല. എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സിങ്ക്രണസ് ജനറേറ്റർ റേഷ്യോ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഇതിപ്പോൾ നമുക്കിപ്പം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു തിയറി പഠിച്ചില്ല എങ്കിൽ പോലും നമുക്ക് എഴുതാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സിങ്ക്രണസ് റിയാക്ടൻസ്, സിങ്ക്രണസ് ഇംപിഡൻസ്, സിങ്ക്രണസ് അഡ്മിറ്റൻസ്, സിങ്ക്രണസ് റെസിസ്റ്റൻസ്. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, കറണ്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് വരുമ്പോഴാണ് റെസിസ്റ്റൻസും ഇംപിഡൻസും റിയാക്ടൻസും നമ്മൾ പറയുക. അപ്പോൾ കറണ്ട് ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്തായിരിക്കും, അതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് അഡ്മിറ്റൻസ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, സിങ്ക്രണസ് അഡ്മിറ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിങ്ക്രണസ് മോട്ടർ ഇസ് സെഡ് ടു ബി ഓവർ എക്സൈറ്റഡ് വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് at dash power factor. So direct question ആണ്. സിങ്ക്രണസ് മോട്ടർ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ലീഡിങ് പവർ ഫാക്ടർ. സോ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടു ദ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലക്റ്റൻസ് മോട്ടർ ഈസ് ബേസിക്കലി, റിലക്റ്റൻസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ ആണ് പറയുക. ഓക്കെ, സോ അതും ഒരു ഡയറക്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്, റിലക്റ്റൻസ് മോട്ടർ എന്താണെന്നുള്ളത്. അതിൻ്റെ മാനുഫാക്ചറിങ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സിമിലർ ടു സിംഗിൾ ഫേസ് സാലിയൻ പോൾ സിങ്ക്രണസ് മോട്ടർ കം ഇൻഡക്ഷൻ മോട്ടർ ആണ്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് സാലിയൻ പോൾ സിങ്ക്രണസ് മോട്ടർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ഈസ് ദ സ്റ്റെപ്പ് ആംഗിൾ ഓഫ് ദ സ്റ്റെപ്പർ മോട്ടർ ഈസ് 5 degree. If the stepping frequency is 3600 pulses per second,
then the shaft speed will be. അപ്പോൾ നമുക്കിവിടെ ഷാഫ്റ്റ് സ്പീഡും സ്റ്റെപ്പ് ആംഗിളും ഫ്രീക്വൻസി തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം നോക്കാം. സോ സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് ബീറ്റ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ 360. അതിൽ ബീറ്റ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആംഗിൾ ആണ്. സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത് 5 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. സോ 5 ഡിഗ്രി ഇൻറ്റു സ്റ്റെപ്പിംഗ് ഫ്രീക്വൻസി ആണ് ഈ എഫ് എന്ന് നമ്മൾ പറയുക 3600 പൾസസ് പെർ സെക്കൻഡ്. 3600 ഡിവൈഡഡ് ബൈ 360. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 50 RPS. സോ ആൻസർ ഈസ് 50 RPS, ഓപ്ഷൻ എ. Next question. When a UJT is used for triggering an SCR, the wave shape of the voltage obtained from the UJT circuit is A dash. ഒരു UJT ആണ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അത് SCR ട്രിഗർ ചെയ്യാൻ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ UJTയിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത്. സോ ദ ആൻസർ ഈസ് സോ ടൂത്ത് വേവ് ഫോം. നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഏത് വേവ് ഫോം ആണ് UJT കാരണം ഉണ്ടാവുന്നതെന്നുള്ളത് പഠിക്കുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സോ ടൂത്ത് വേവ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ട്രയാക്ക് ആണ്. ട്രയാക്ക് ഇസ് എന്ത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ്? വെരി സിമ്പിൾ. അനലോഗ് പവർ ഇലക്ട്രോണിക്സിൽ നിന്നും ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രയാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഫിഗറൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2 ഡയോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചേക്കാണ്. പ്രത്യേകിച്ച് എന്തുകൂടെ ഉണ്ട്, ഒരു 2 SCR തമ്മിൽ തിരിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 3 ടെർമിനൽ ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനലോഗ് ഇലക്ട്രോണിക്സ് മോസ്ഫെറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യേണ്ട ആർഗ്യുമെൻ്റ് ഇല്ല. സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ SCR is turned off by. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്നും പവർ ഇലക്ട്രോണിക്സിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതോ കൺഫ്യൂഷൻ ആവുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടില്ല പവർ ഇലക്ട്രോണിക്സും അനലോഗ് ഇലക്ട്രോണിക്സും. സോ അതിനകത്ത് വരുമ്പോൾ SCR നമുക്ക് ടേൺ ഓഫ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഒന്നെങ്കിൽ ആനോഡ് കറണ്ടിനെ ഹോൾഡിംഗ് കറണ്ടിനെ താഴെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആനോഡ് വോൾട്ടേജിനെ 0 മിനിമൈസ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് റെഡ്യൂസിങ് ആനോഡ് വോൾട്ടേജ് ടു 0, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോഡ് വോൾട്ടേജ് ഓഫ് എ ചോപ്പർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ചോപ്പർ ഏതായാലും, ബക്ക് ആയാലും ബൂസ്റ്റ് ആയാലും ബക്ക് ബൂസ്റ്റ് ആയാലും ഏത് ചോപ്പറിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം ആരായിരുന്നു നിൽക്കുക? ഡ്യൂട്ടി സൈക്കിൾ, ഡി ആണ് ഇരിക്കുക. അപ്പം ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡ്യൂട്ടി സൈക്കിൾ. Next question, which of the device converts the AC supply of one frequency into an AC supply of different frequency? Frequency ki change varum, AC supply AC to AC aanu conversion engil AC to AC conversion nammal endu parayum? Cyclo converter ennu parayum. So the answer is option C. This is also a direct question. Next question, the SMPS working is based on. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SMPS വർക്കിംഗ് എന്ന് പറയുന്നത് ചോപ്പർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിരിക്കും. ചോപ്പർ പ്രിൻസിപ്പിളാണ് അവിടെ വരുന്നത്. അതായത് നമുക്കിവിടെ ഈ പറയുന്ന എന്താണ് ചോപ്പറിനകത്ത് എന്താ പറയുക, അൺറെഗുലേറ്റഡ് DC-നെ റെഗുലേറ്റഡ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ചോപ്പർ പ്രിൻസിപ്പിളാണ് SMPS വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് സെർവോ മോട്ടർ ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് ഹൈ ടോർക്ക് അറ്റ് ഓൾ. ദ ഓപ്ഷൻ ഈസ് ബി. ഓപ്ഷൻ ബി ആണ് സ്പീഡ്. ഓക്കെ, അതായത് സെർവോ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഏത് സ്പീഡിലും അത് എന്ത് കൊടുക്കണം? ഹൈ ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. വൺ ഓഫ് ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് സെർവോ മോട്ടർ ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് ഹൈ ടോർക്ക് അറ്റ് ഓൾ സ്പീഡ്സ്. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൈക്രോ പ്രോസസർ. Register of microprocessor which keeps track of the execution of program and which contain the memory address of next instruction to be executed is called dash. ഇതും നമുക്കറിയാവുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രാം കൗണ്ടർ. അത് നമുക്കറിയാം, പ്രോഗ്രാം കൗണ്ടർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഇതാണ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെ കൊണ്ട് വെക്കും? പ്രോഗ്രാം കൗണ്ടറിൽ വെക്കും. ഓക്കെ, അതുപോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അക്യുമുലേറ്റർ എന്നുള്ളത്. അതും എന്താണ്, നമ്മുടെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആൻസർ റിസൾട്ട് എവിടെയായിരിക്കും വെക്കുക? അക്യുമുലേറ്ററിലായിരിക്കും വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രോഗ്രാം കൗണ്ടറും ഈ ഇൻഡെക്സ് രജിസ്റ്റർ എന്താണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മൈക്രോ പ്രോസസറിൻ്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിനകത്ത് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ സൈസ് ഓഫ് റാം ആൻഡ് റോം ഇൻ 8051 മൈക്രോ കൺട്രോളർ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 8051 മൈക്രോ കൺട്രോളർ ഉണ്ട്. അതിനകത്തെ റാം റോം സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും തിയററ്റിക്കലി ഒരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 128 ബൈറ്റ് റാമും 4 KB റോമും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. Next question, which of the timer can operate in the 16-bit condition? 16-bit conditionil ഏത് ടൈമറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ടൈമർ 0, ടൈമർ 1, ടൈമർ 2 തന്നിട്ടുണ്ട്. അതിൽ ടൈമർ 2നെ നമുക്ക് ഒഴിവാക്കാം. കാരണം ടൈമർ 2 എപ്പോഴും നമുക്ക് വരുന്നത് 8-bit ഓപ്പറേഷനിലാണ്. ടൈമർ 2 8-bit ഓപ്പറേഷനാണ്. പക്ഷേ ടൈമർ 0യും ടൈമർ 1 നമ്മൾ 16-ബിറ്റിലാണ് അതിനെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇതിനകത്ത് ആപ്റ്റ് ആൻസർ ടൈമർ 1 ആവാനുള്ള കാരണം നിങ്ങളുടെ PSCയുടെ ആൻസർ കീയിലും ടൈമർ 1 തന്നെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. സോ വൈ വി ആർ ഗോയിങ് ഫോർ ടൈമർ 1 ആസ് ആൻ 16-ബിറ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ടൈമർ 1 ആണെന്ന് പറയാൻ കാരണം ടൈമർ 0യും 16-ബിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഓപ്പറേറ്റഡ് ഇൻ 8-ബിറ്റ് ഓപ്പറേഷൻ. 8-ബിറ്റ് കണ്ടീഷനിലും നമുക്ക് ടൈമർ 0നെ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യിക്കാം. പക്ഷേ 16-ബിറ്റിലും അതിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷേ ടൈമർ 1ൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓൺലി ഫോർ 16-ബിറ്റിനെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടൈമർ 1 ഈസ് ദ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഫ്യൂഷൻ അല്ല, നിങ്ങളുടെ ആൻസർ കീയിൽ ഓപ്ഷൻ A 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 3 ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്ന് പറയുന്ന അതിൻ്റെ ക്ലാസിഫിക്കേഷൻ? 3 ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് ട്രാൻസിസ്റ്റർ, ഒന്ന് ട്രയാക്ക് ആൻഡ് റിലേ ഔട്ട്പുട്ട്. ട്രാൻസിസ്റ്ററും ട്രയാക്കും റിലേ ഔട്ട്പുട്ടുമാണ് നമുക്ക് അവിടെ വരിക. 3 എണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻ 2 ആണ്. 2 എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ PSCയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലെയിം ചെയ്യാം. മേ ബി അതിൻ്റെ നല്ല കറക്റ്റ് ആൻസർ കീ വരുമ്പോഴത്തേക്കും ഓപ്ഷൻ B 3 മാറുമായിരിക്കാം. ഓക്കെ, എനിവേ നമ്മളിപ്പം ഓപ്ഷൻ B 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക കേട്ടോ. 3 എണ്ണം ഉണ്ട്. ട്രാൻസിസ്റ്റർ, റിലേ ആൻഡ് ട്രയാക്ക് ഔട്ട്പുട്ട്. ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട്, റിലേ ഔട്ട്പുട്ട്, ട്രയാക്ക് ഔട്ട്പുട്ട്, അങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ B ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കമ്പോണൻസ് ഓഫ് പ്രോസസ് ഓട്ടോമേഷൻ? പ്രോസസ് ഓട്ടോമേഷൻ്റെ ഓട്ടോമേഷൻ ഡ്രൈവ്സ് ആൻഡ് കൺട്രോളിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കമ്പോണൻസ് ഓഫ് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് സെൻസേഴ്സ് ഉണ്ടാവും, കൺട്രോളേഴ്സ് ഉണ്ടാവും, ആക്ച്വേറ്റേഴ്സ് ഉണ്ടാവും. സോ ഓൾ ഓഫ് ദ എബവ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം ഈസ് എ ഡാഷ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ സിസ്റ്റം ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ A ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇതിനകത്ത് PI കൺട്രോളർ, PD കൺട്രോളറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ PI, PID, PD കൺട്രോളേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തിയറിയിൽ ഡയറക്റ്റ് വന്നൊരു കാര്യമാണ് PI കൺട്രോളേഴ്സ് ഇംപ്രൂവ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, PD കൺട്രോളേഴ്സ് ഇംപ്രൂവ്സ് ട്രാൻസിയന്റ് റെസ്പോൺസ്. സോ ദ ആൻസർ Aയും കറക്റ്റാണ്, Bയും കറക്റ്റാണ്. സോ C ഈസ് ദ ആൻസർ, ബോത്ത് A ആൻഡ് B. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many levels are present in distributed control system manufacturing? Distributed control system manufacturing എത്ര ലെവൽസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ C ആണ്. 5 ലെവൽസ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ആ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ലെവൽ, ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 നമ്മൾ അങ്ങനെ പഠിക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് 4 ലെവൽസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ലെവൽ 0 തൊട്ടാണ്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ലെവൽ 0 എന്ന് പറയുന്നത് ഫീൽഡ് ലെവൽ കൺട്രോൾ ആണ്. പ്ലാന്റിൽ നിന്നും എടുക്കുന്ന കൺട്രോളാണ്, പ്ലാന്റിലെ കൺട്രോളാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫീൽഡ് ലെവൽ കൺട്രോൾ എന്ന് പറയുക. ലെവൽ 1 എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺട്രോളാണ്. ഡയറക്റ്റ് കൺട്രോളാണ് ലെവൽ 1ൻ്റെ പേര്. ലെവൽ 2 എന്ന് പറയുന്നത് പ്ലാന്റ് സൂപ്പർവൈസറി. നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത് ലെവൽ 2ലാണ്, പ്ലാന്റ് സൂപ്പർവൈസറി. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ ആണ്. അതും കോർഡിനേറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് പ്രൊഡക്ഷൻ കൺട്രോൾ. ലാസ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. അവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷെഡ്യൂളിംഗ് നടക്കുന്നത്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. സോ ഫീൽഡ് ലെവൽ, ഡയറക്റ്റ് ലെവൽ, പ്ലാൻ സൂപ്പർവൈസറി, പ്രൊഡക്ഷൻ കൺട്രോൾ ആൻഡ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. ഓക്കെ, ഇത്രയുമാണ്. അങ്ങനെ 5 ലെവൽസ് ആണ് നമുക്ക് വരിക. ഓപ്ഷൻ C ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
the band gap of silicon at room temperature is. Band gap ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നീ വോൾട്ടേജ് ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് 0.7 ഇലക്ട്രോൺ വോൾട്ട് വരും. നിങ്ങൾക്ക് ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ബാൻഡ് ഗ്യാപ്പ് എപ്പോഴും 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ജനറലി ഹെവിലി ഡോപ്ഡ് ബിക്കോസ്. ഇതും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എമിറ്റർ എന്തിനാണ് ഹെവിലി ഡോപ്പ് ചെയ്യുന്നത്? ചാർജ് കാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എമിറ്റേഴ്സ് ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഹാസ് ടു സപ്ലൈ ദ ചാർജ് കാരിയേഴ്സ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. Next question, ripple frequency of the output waveform of a full wave rectifier when fed with a 50 Hz sine wave. 50 Hz sine wave ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ദ ഔട്ട്പുട്ട് വേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇൻപുട്ട് വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ റിപ്പിൾ എന്ന് പറയുന്നത് ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ. സോ ദ ആൻസർ ഈസ് 2 × 50 100 Hz. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a Zener diode which used in voltage stabilization circuits if it is biased in. ഇതും വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെനർ ഡയോഡ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ. സോ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് വർക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഗുലേറ്റർ IC 7905 പ്രൊവൈഡ്സ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു. ഓപ്ഷൻ ഡി ആണ് ആൻസർ, -5 വോൾട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടേബിൾ പോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇതാണൊരു ടേബിൾ. 7905 IC ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -5 വോൾട്ട് ആയിരിക്കും. മിനിമം ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കേണ്ടത് -7.3 ആണ്. അതേപോലെ 7906 ആകുമ്പോഴത്തേക്കും -6 ഔട്ട്പുട്ട് വോൾട്ടേജും -8.4 മിനിമം ഇൻപുട്ട് വോൾട്ടേജും ആയിരിക്കും. 7908 ആകുമ്പോഴത്തേക്കും -8 ഔട്ട്പുട്ട് വോൾട്ടേജും -10.5 മിനിമം ഇൻപുട്ട് വോൾട്ടേജും കൊടുക്കണം. 7909 ആകുമ്പോൾ -9 ഔട്ട്പുട്ട് വോൾട്ടേജ് -11.5 മിനിമം ഇൻപുട്ട് വോൾട്ടേജ്. 7912 ആകുമ്പോൾ -12 ഔട്ട്പുട്ട് വോൾട്ടേജ് -14.6 മിനിമം ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ടാണ്. നമുക്ക് കൂടുതലും ചോദിക്കുക 7905ഉം 06ഉം ഒക്കെ ആയിരിക്കും. താഴോട്ട് അധികം നോക്കേണ്ട ആവശ്യമില്ല. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതിയാവും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a network that shifts a waveform to a different DC level without changing the appearance of the അപ്ലൈഡ് സിഗ്നൽ. അപ്ലൈഡ് സിഗ്നലിന് അപ്പിയറൻസിന് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് തന്നെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും? ആ വേവ് ഫോമിൻ്റെ ഒരു ഡിഫറെൻറ്റ് DC ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാരാണ്? ക്ലാമ്പർ. സോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മൾട്ടി വൈബ്രേറ്റർ ഈസ് കോൾഡ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്? ഏതാണ്? ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. കാരണം എന്താ? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ തന്നെ. സോ അതിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് സർക്യൂട്ട് ഈസ് എ ഡാഷ് ക്ലിപ്പർ. അപ്പോൾ ഇതും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് ക്ലിപ്പേഴ്സ് ഉണ്ട്. ഷണ്ട് നെഗറ്റീവ്, ഷണ്ട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതിൽ തന്നെ ഷണ്ട് നെഗറ്റീവ്, ഷണ്ട് പോസിറ്റീവ്, സീരീസ് നെഗറ്റീവ്, സീരീസ് പോസിറ്റീവ്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഡയോഡിൻ്റെ പ്ലേസ് മാറുന്നതിനനുസരിച്ച് നമുക്കിത് ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ക്ലിപ്പറാണ്. സിമ്പിൾ ക്ലിപ്പറിനകത്ത് ഏത് ക്ലിപ്പറാണ്, ടൈപ്പ് ഓഫ് ക്ലിപ്പറാണ് ചോദിച്ചിരിക്കുന്നത്? ഷണ്ടിലാണ് നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഷണ്ടിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിന്. സോ ഷണ്ട് എന്ന് വെച്ചാൽ പാരലൽ. സോ പാരലൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 amplifiers are connected in series or cascaded. The first amplifier has a voltage gain of 12 and the second has a voltage gain of 15. Find the output AC signal if the input signal is 0.05 volt. ഇതും സിമ്പിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ്, ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യം, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 0.05 വോൾട്ട് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി വോൾട്ടേജ് ഗെയിൻ ഫസ്റ്റ് സ്റ്റേജിൽ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ A1 ആയിട്ട് എടുക്കാം. A1 is equal to 12. സെക്കൻഡ് സ്റ്റേജ് തന്നിട്ടുണ്ട് A2 is equal to 15. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദിസ് ഇസ് ദ ടോട്ടൽ ഗെയിൻ അല്ലേ? സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ടോട്ടൽ ഗെയിൻ ആകുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു ടോട്ടൽ ഗെയിൻ നമുക്ക് രണ്ടിൻ്റെയും സെപ്പറേറ്റ് കാസ്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ ഗെയിൻ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഗെയിൻ എന്താണ്? A1 × A2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 × 15. നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. സോ ദെയർഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 × 15 × 0.05.
അത്രയും ഔട്ട്പുട്ട് വോൾട്ടേജ് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9 വോൾട്ട് ആണ്. സോ ഫൈൻഡ് ദ ഔട്ട്പുട്ട് AC സിഗ്നൽ ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 15 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് 0.05. സോ ദ ആൻസർ ഈസ് 9 വോൾട്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many types of coupling methods are there in a single stage transistor amplifier? Coupling methods ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അനലോഗ് ഇലക്ട്രോണിക്സിൽ. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വരുമ്പോൾ എത്ര കപ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്? ഓപ്ഷൻ സി ആണ്, 4 കപ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. ട്രാൻസിസ്റ്റർ കപ്ലിംഗ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ബയസിംഗ് വെച്ചിട്ടുള്ള കപ്ലിംഗ് ഉണ്ട്, അങ്ങനെ 4 ടൈപ്പ് ഓഫ് കപ്ലിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 4 ടൈപ്സ് ഓഫ് കപ്ലിംഗ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. A Schmitt trigger circuit can be emitter coupled bistable circuit. Schmitt trigger circuit exhibits hysteresis phenomenon. The output of a Schmitt trigger will be triangular if the input is square wave. So consider the following statement. Which of these statements are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഷ്മിറ്റ് ട്രിഗർ, എല്ലാം 3 ഷ്മിറ്റ് ട്രിഗറിനെ കുറിച്ച് തന്നെയാണ്. അത് പറയുന്നത് ഒന്ന് എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. ഇത് നമ്മൾ ആദ്യമേ ആ ഷ്മിറ്റ് ട്രിഗർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട്. സോ ഓപ്ഷൻ 1 കറക്റ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് എക്സിബിറ്റ് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ. ഔട്ട്പുട്ട് ഓഫ് എ ഷ്മിറ്റ് ട്രിഗർ വിൽ ബി ട്രയാങ്കുലർ ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ക്വയർ വേവ്. അതല്ല, നമ്മൾ ഇൻപുട്ട് സ്ക്വയർ വേവ് ആകുമ്പോൾ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ട്രയാങ്കുലർ ആവണം എന്ന് നിർബന്ധമില്ല. സോ ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ ഇത് എക്സിബിറ്റ് ചെയ്യും ഷ്മിറ്റ് ട്രിഗർ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ് വരിക. അത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് 1 and 2 ഓൺലി. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, op-amp performs which type of mathematical operation? op-amp ഏതൊക്കെ ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതും ലീനിയർ, നോൺ ലീനിയർ, ഇതെല്ലാം പെർഫോം ചെയ്യും. op-amp ഇതെല്ലാം വരുന്നതാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണമേ അത് തന്നെയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ്. 97. What is the value is to be considered for a don't care condition? Don't care നമ്മൾ പറയുന്നത് എപ്പോഴായിരിക്കും? ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. ഇതിൽ ഏത് വന്നാലും നമ്മൾ ഏതിങ്ങനെ ഫ്ലിക്കർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 0 either 0 or 1 എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് പറയും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഇൻ എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇഫ് J equal to K, the resulting flip flop is known as. ഇതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയുള്ളത് കുറേ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. സോ അതിനകത്ത് ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുമ്പോഴത്തേക്കും ജെയും കെയും ഒരു ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് എന്ത് പറയാം? T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയാം. റിപ്പിൾ കൗണ്ടർ ഓൾസോ കോൾഡ്, ഇതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റിപ്പിൾ കൗണ്ടർ ഓൾസോ കോൾഡ് asynchronous counter. Last question, based on how data is entered or shifted out, shift registers are classified into dash categories. നമുക്കറിയാം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4 കാറ്റഗറിയിലാണ്. ഒന്ന് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, പാരലൽ ഇൻ, പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് വരും, സീരിയൽ ഇൻ പാരലൽ ഔട്ട് വരും. അങ്ങനെ 4 കാറ്റഗറി വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വരും? സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, SISO വരും, പാരലൽ ഇൻ, സീരിയൽ ഔട്ട് വരും, സീരിയൽ ഇൻ പാരലൽ ഔട്ട് വരും, പിന്നെ എന്ത് വരും? യൂണിവേഴ്സൽ പാരലൽ ഇൻ പാരലൽ ഔട്ട് ആയിരിക്കും വരിക, അല്ലെങ്കിൽ റിംഗ് കൗണ്ടർ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം റിംഗ് കൗണ്ടർ ഉണ്ട്, യൂണിവേഴ്സൽ പാരലൽ ഇൻ പാരലൽ ഔട്ട് ഉണ്ട്, SIPO ഉണ്ട്, PISO ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ SIPOയും PISO ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ വരും, പിന്നുള്ളത് റിംഗ് കൗണ്ടർ വരും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ 4. ഓക്കെ, 4 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ ആൻസർ കീ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കൺഫ്യൂസിങ് മോഡിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിന്നെ ചിലത് നമുക്ക് പറയാവുന്ന കുറച്ച് ഒന്ന് റേസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2-3 ഒക്കെ. പിന്നുള്ളത് ആ ഷോർട്ട് സർക്യൂട്ട് MVയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ സിലബസിൽ നിന്നും ഔട്ടഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരുന്നത്. സബ് എഞ്ചിനീയറിൻ്റെ എക്സാം പൊതുവേ ഇത്രയും എളുപ്പമാകുമെന്നുള്ളത് നമുക്ക് ഞാൻ വിചാരിച്ചിരുന്നതല്ല. കാരണം ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ആദ്യം നടത്തിയ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇത് വരുമ്പോൾ കുറച്ചും കൂടെ
ടഫ് ആകുമായിരുന്നു. ബട്ട് മേ ബി നമ്മുടെ ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ടാവാം സബ് എഞ്ചിനീയറിൻ്റെത് ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് പ്രഡിക്ഷൻ വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. എത്ര കട്ട് ഓഫ് വരും എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് കറക്റ്റായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു റേഞ്ചൊക്കെ നമുക്ക് പിന്നീട് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് കട്ട് ഓഫ് എടുക്കാനായിട്ടൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എത്ര പേര് ഇത് എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരിക. അപ്പോൾ എനിവേ എന്തായാലും എഴുതിയവരെല്ലാവരും ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ശരി എന്ന് വിചാരിച്ചത് തെറ്റാവാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇനി നോക്കി പഠിക്കുക. ഇനി നമുക്ക് പോളിടെക്നിക് ലെക്ചർ വരുന്നുണ്ട്, ബിടെക്കാർക്കാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രീവിയസിൽ വന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം, ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഒന്ന് ഓടിച്ചു പോവുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മാത്രം നോക്കാതെ അതിനകത്തെ 4 ഓപ്ഷൻസും വെച്ചിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ആ 4 ഓപ്ഷൻ എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാം എന്ന് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ആ 100 ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷനിൽ തന്നെ നമുക്ക് പ്രത്യേകം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. മുന്നോട്ടുള്ള പല എക്സാംസിനും അതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡായിരിക്കും നമ്മൾ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ അതർ എക്സാംസ്, അപ്കമിങ് എക്സാംസ്. താങ്ക് യു.